ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു നാടൻ രസം ഉണ്ടാക്കി നോക്കാം. ഇതിനായി നമുക്കാദ്യം 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 കഷ്ണം കായം, 2 ഉണക്കമുളക്, 1/2 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ ജീരകം, ഇത്രയും സാധനങ്ങളൊന്ന് നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. തരിതരിപ്പായിട്ട് പൊടിച്ചാൽ മാത്രം മതി. കായം പൊടിയാണെങ്കിൽ അവസാനം യൂസ് ചെയ്താൽ മതി. ഇനി നമുക്ക് 1 കഷ്ണം ഇഞ്ചി, 1 കുടം വെളുത്തുള്ളി, 2 പച്ചമുളക്, 7-8 ചുവന്നുള്ളി, ഇത്രയും നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അല്ലാതെ അരയണ്ട, ചതച്ചാൽ മതി. കൂടാതെ നമുക്ക് താളിക്കാനായി 2 വറ്റൽമുളകും കറിവേപ്പിലയും പിന്നെ 2 തക്കാളി, കുറച്ച് മല്ലിയില, ഇത്രയും സാധനങ്ങൾ ഈ രസം ഉണ്ടാക്കാൻ ആവശ്യമുണ്ട്. പിന്നെ വെള്ളത്തിലിട്ട പുളി നമ്മൾ കുറച്ചെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ ചട്ടി അടുപ്പിൽ വെച്ചു, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി നമ്മൾ കടുകിടുകയാണ്. കടുക് നന്നായി പൊട്ടി തുടങ്ങുമ്പോൾ നമ്മൾ അതിലേക്ക് എടുത്ത് വെച്ചിരുന്ന 2 വറ്റൽമുളക് ഇട്ടു. കറിവേപ്പിലയും അതിലേക്ക് ചേർത്തു. ഇനി നമ്മൾ ആ പൊടിച്ചു വെച്ചിരിക്കുന്നത് അതിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന ആ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇല്ലേ, അതുകൂടെ അതിലേക്ക് ചേർത്തു. അതൊന്ന് ഇളക്കി അതിൻ്റെ ആ ഒരു പച്ചമണമെല്ലാം മാറി വരണം, ഒന്ന് മൊരിഞ്ഞു വരണം. അതിനുശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന 2 തക്കാളി നീളത്തിൽ അരിഞ്ഞ് അതുകൂടെ ചേർത്ത് ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കണം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നമ്മളത് ഇങ്ങനെ എടുത്ത് തട്ടിപ്പൊത്തി വെച്ചിട്ട് ഒന്ന് വേവാനായി കുറച്ച് നേരം വെക്കണം, അടച്ചു വെക്കണം. മൂടി തുറന്ന് നോക്കി, അത് വല്ലാതെ വെന്തങ്ങ് കുറുകി പോവണ്ട, കഷ്ണമായിട്ട് കിടക്കുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി. പതുക്കെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തു. ഇനി നമ്മൾ അതിലേക്ക് ആ എടുത്തു വെച്ചിരുന്ന പുളി പിഴിഞ്ഞ വെള്ളമാണ് ഒഴിച്ചത്. പിന്നെ ബാക്കി നമ്മൾ സാധാരണ പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി അതിലേക്ക് ചേർത്തു. അതൊന്ന് തിളച്ച് വരാനായി അടച്ചു വെച്ചു. തിള വന്ന് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ മല്ലിയില അരിഞ്ഞ് അതിലേക്ക് ചേർത്ത് തീ ഓഫ് ചെയ്തിട്ട് അത് മൂടി വയ്ക്കണം. 10 മിനിറ്റ് അങ്ങനെ മൂടി വെച്ചതിന് ശേഷം മൂടി തുറന്ന് നോക്കുമ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള രസം റെഡി ആയിട്ടുണ്ട്. നമ്മൾ കായം പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ അവസാന സ്റ്റേജിൽ ചേർത്താൽ മതി.